tautological errors. Tautological errors, I will give you some examples. That is, I went to see him personally. I went to see him personally എന്ന് പറയുമ്പം അതിൽ അത് മിസ്റ്റേക്കാണ്. കാരണം എന്താണ്? ദാറ്റ് ഈസ് ഐ എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് എനഫ്. ദെൻ ഐ നീഡ് നോട്ട് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ലൈക്ക് എന്താണ്, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദാറ്റ് ഈസ് ഐ വെൻറ്റ് ടു സീ ഹിം പേഴ്സണലി. Personally is not a necessary thing there because it's a tautological error. Now we will see what is tautological error. The thing is, okay, tautology. A tautology is an expression or phrase that says the same thing twice just in a different way. Okay, ഒരേ കാര്യത്തിന് ഇപ്പം നടു മദ്യം സെൻറ്റർ എന്ന് പറയില്ലേ, അതന്നെ നടു മദ്യ സെൻറ്ററിലാണ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണല്ലോ, അതുപോലെ തന്നെ. ഓക്കെ, now we can see some of the examples. That is, the dog is either brown or the dog is not brown എന്നുള്ളത്. either brown or the dog is not brown. Technically speaking, the sentence is correct, but this is just a repetition of the fact that it is either brown or not brown. What it doesn't make sense. So the dog is either brown or the dog is white എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ റിമെമ്പർ വെൻ സ്മാർട്ട് ഫോൺസ് വേർ എ ന്യൂ ഇന്നോവേഷൻസ്. ഇന്നോവേഷൻസ് ഇറ്റ് സെൽഫ് ഈസ് ഇനഫ്. അപ്പോൾ ന്യൂ എന്നുള്ളത് അവിടെ ആവശ്യമല്ല. റിമെമ്പർ വെൻ സ്മാർട്ട് ഫോൺസ് വേർ ആൻഡ് ഇന്നോവേഷൻ ഇസ് ഇനഫ് അല്ലേ. ദെൻ ദ ഈവനിങ് സൺസെറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സൺസെറ്റ് ഈവനിങ്ങിലാന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈവനിങ് സൺസെറ്റ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ദ സൺസെറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ നമ്മൾ ടോട്ടോളജിക്കൽ എറേഴ്സ് തന്നുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ നോർമലി വി മെ നോട്ട് ബി അവേ ഓഫ് ദിസ്. കാരണം നമുക്കെന്താ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളായിരിക്കും, പല സെൻറ്റൻസുകളായിരിക്കും. വി മെ നോട്ട് ഐഡൻറ്റിഫൈ ബിക്കോസ് വി ഹാവ് ഓൺലി വെരി ലിമിറ്റഡ് ടൈം ഇൻ ദ എക്സാം ഹോൾ ആൻഡ് ദെൻ വി ആർ അണ്ടർ പ്രഷർ. ആ സമയത്ത് എങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് കുറച്ച് സമാധാനത്തിലിരിക്കുമ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മൂഡൊക്കെ ഉണ്ടാകും. പക്ഷേ ബട്ട് സംടൈംസ് ഇറ്റ് മേ ബി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ സെൻറ്റൻസ് കറക്ഷനിൽ ഇപ്പോൾ നമ്മളിപ്പം പാരലിസം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് ടോട്ടോളജിക്കൽ ഇറേഴ്സ് ഉണ്ടോ എന്ന് നോക്കാനേ പറ്റുള്ളൂ. ഏതാണ് ഈ ഒരു സെക്ഷൻ, അതായത് ഏത് ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വി ക്യാൻ സീ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ ഹിയർ ദർ ആർ സം അതർ famous examples. That is, to be or not to be, that is the question. By in Hamlet, as you know, that to be or not to be is a kind of tautology. It's a tautology. I'm willing to tell you, I'm wanting to tell you, I'm waiting to tell you. That is from Pygmalion by George Bernard Shaw, written by George Bernard Shaw. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. That is, I am willing to tell you, I'm wanting to tell you, I'm waiting to tell you is just a tautology. Then here we have, I need a new hot water heater. Okay, new hot water heater. Heater എന്ന് പറഞ്ഞാൽ തന്നെ ഹോട്ട് അല്ലേ, പിന്നെ അതിന് hot is just a tautology. Charlie proudly told his mom he made the handmade scarf himself. He made the handmade scarf himself. Handmade scarf himself എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. There is a lot of frozen ice on the road. There is a lot of frozen ice on the road. Frozen ice frozen ആണല്ലോ, അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്തു. I know it's true because I heard it with my own ears. That is very famous. നമ്മളെപ്പോഴും പറയാറില്ല, എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടത് മലയാളത്തിലും നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ്, അല്ലാതെ നമുക്കിപ്പോൾ വായ കൊണ്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. ബട്ട് ഈവൻ ദെൻ വി ജസ്റ്റ് യൂസ് ഇറ്റ് ഇൻ അവർ ഡെയിലി എക്സ്പ്രഷൻസ്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് എ ടോട്ടോളജിക്കൽ ഇറർ. I know it's true because I heard it with my own ears. She always over exaggerate. Exaggeration itself is over, so there is no need of over. In Rome we saw dilapidated ruins. Ruins എന്ന് പറഞ്ഞത് തന്നെ dilapidated ആണ്. പിന്നെ അതിന് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എരിവുള്ള മുളക് പൊടി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ എന്താണ് ruins എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെങ്ങനെയാണെന്നുള്ളത്. Then Alice started her presentation with a short summary. That is a very common thing. Alice started her presentation with a short summary. He is always making predictions about the future. Predictions എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെ ആയിരിക്കും. പിന്നെ about the future എന്ന് പറയേണ്ട ആവശ്യമല്ല.
Then the school was in close proximity to the explosion. Proximity itself is close. അപ്പം നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു വേറൊരു ടോട്ടോളജിക്കൽ ഇററാണ്, അബദ്ധമാണ് ഇത്. ഓക്കെ, then the Gobi is a very dry desert. We already know that it's dry, then there is no need to use this very dry desert, very dry. Okay, in my opinion I think he is wrong. In my opinion I think he is wrong is another famous tautological errors. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഇതുപോലുള്ള സെൻറ്റൻസുകളൊക്കെ തന്ന് നമ്മളെ കൺഫ്യൂഷനാക്കി നമുക്ക് ആൻസർ കിട്ടാത്ത രീതിയിലാക്കും. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഓക്കെ.